നമസ്കാരം. ഏത് ആപത്തിലും തൻ്റെ ഭക്തരുടെ അടുത്ത് ഓടിയെത്തുന്ന ദേവതയാണ് സാക്ഷാൽ വരാഹി ദേവി. ലളിതാംബിക ദേവിയുടെ പടത്തലവി കൂടിയാണ് ദേവി എന്നതും പ്രത്യേകതയാകുന്നു. ദേവിയെ രാത്രി ആരാധിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഫലസിദ്ധി കൈവരിക്കുവാൻ സാധിക്കും എന്നതും മറ്റൊരു പ്രത്യേകതയാകുന്നു. വരാഹി ദേവിയുടെ വിശേഷാൽ നാമങ്ങൾ ജപിക്കുന്നതിലൂടെ പോലും ജീവിതത്തിൽ സർവ്വ ഐശ്വര്യവും സമ്പത്തും വന്നു ചേരും. അത്തരത്തിൽ നിരവധിയാർന്ന അനുഭവങ്ങൾ ഏവർക്കുമുണ്ട്. ഇന്ന് വരാഹി ദേവിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ്. വരാഹി ചക്രമാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. തന്നിരിക്കുന്നത് 5 നമ്പറുകളാണ്. ഈ 5 നമ്പറുകൾ വരാഹി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അതിനായി ഏവരും ആദ്യം കണ്ണുകൾ അടയ്ക്കുക. ഈ സമയം വരാഹി ദേവിയെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കണം. നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ തേടിയെത്തണം. അനുഭവിക്കുന്ന ദുരിതങ്ങളും കഷ്ടതകളിൽ നിന്നും മോചനം ലഭിക്കണം എന്ന് വരാഹി ദേവിയോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. കണ്ണുകൾ അടച്ചു തന്നെ ഏവരും ഈ നിമിഷം പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇനി പതുക്കെ കണ്ണുകൾ തുറന്ന് തന്നിരിക്കുന്ന ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ 5 നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. ആദ്യം കാണുന്ന നമ്പർ ഏതാണോ ആ നമ്പറാണ് തിരഞ്ഞെടുക്കേണ്ടത്. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ വരാഹി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും നിങ്ങളുടെ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വരാഹി ദേവിയുടെ ഏറ്റവും വിശേഷപ്പെട്ട നാമമായ വജ്രഘോഷം അഥവാ വജ്രഘോഷം എന്ന് ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ആദ്യത്തെ നമ്പറായ 1 നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ശാരീരികമായ ബലം ഉള്ളവരാണ് നിങ്ങൾ. വളരെ ക്രിയേറ്റീവായി ചിന്തിക്കുന്നവരും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവരുമാണ് നിങ്ങൾ. ഒരുപാട് പേർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നതും വാസ്തവമായ കാര്യമാകുന്നു. അത് നിങ്ങളോടുള്ള ഇഷ്ടം തന്നെയാണ്. നിങ്ങളുടെ സ്വഭാവത്തോടും നിങ്ങളുടെ ജീവിതത്തിലെ മറ്റു പ്രവൃത്തികളാലും അവർക്ക് വന്ന് ചേരുന്ന ഇഷ്ടമാകുന്നു. കൂടാതെ വരാഹി പ്രീതിയും വൈഷ്ണവ പ്രീതിയും നിങ്ങളിലുണ്ട്. ദേവിയുടെ കടാക്ഷം നിങ്ങളിലുണ്ട് എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. വരാഹി ദേവിയുടെ അനുഗ്രഹം പ്രകടമാകുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം. എവിടെയും ആദരം ബഹുമാനം ലഭിച്ച് മുന്നിലേക്ക് പോകുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. എത്ര തന്നെ ധനം വന്നാലും കയ്യിൽ നിൽക്കാത്ത ഒരു അവസ്ഥയുണ്ട്. പണം കയ്യിലേക്ക് വരുമ്പോൾ ഇരട്ടിയായി ചിലവുകൾ വന്നു ചേരുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. അത് സഹോദരിയുമായി ബന്ധപ്പെട്ടാകാം, ഭാര്യയുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടാകാം. അത്തരത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വളരെയധികം വന്ന് ചേർന്നിട്ടുണ്ട്. അമ്മയാൽ പോലും ഇത്തരത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി എത്തിയിട്ടുള്ളതാകുന്നു. ഈശ്വരാധീനം അനിവാര്യമാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. വരാഹി ദേവിയുടെ കടാക്ഷം കൂടി നിങ്ങൾക്കുള്ളതിനാൽ തന്നെ വരാഹി ദേവിയെ നിത്യവും ആരാധിക്കുവാൻ പ്രത്യേകം ശ്രമിക്കേണ്ടതാകുന്നു. രാത്രി ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. അതേപോലെ തന്നെ ബ്രാഹ്മ മുഹൂർത്തത്തിലും. ആത്മീയപരമായ കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്നവരും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരുമാണ് നിങ്ങൾ. വളരെയധികം അറിവ് നിങ്ങൾക്കുണ്ട്. അത് പല അവസരങ്ങളിലും മറ്റുള്ളവർക്ക് പോലും ബോധ്യപ്പെടുന്നതാകുന്നു. ഉയർന്ന സ്ഥാനം അലങ്കരിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈശ്വരാധീനത്തിനായി ഇനിയും നിത്യവും മുടങ്ങാതെ തന്നെ ഇഷ്ടദേവതയെയും വരാഹി ദേവിയെയും നിങ്ങൾ ആരാധിക്കുക എന്ന കാര്യം ചെയ്യേണ്ടതാകുന്നു. കുടുംബദേവതയെയും ആരാധിക്കുക. ആഗ്രഹങ്ങൾ ഒരുപാട് നിങ്ങൾക്കുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായി പലപ്പോഴും ഇത്തരം ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഇപ്പോൾ മനസ്സിലുള്ള ആഗ്രഹം 7 മാസത്തിനുള്ളിൽ നടക്കും എന്നാണ് ഫലമായി പറയുന്നത്.
നഷ്ടങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന പല രീതിയിലുള്ള നഷ്ടങ്ങൾ, അത് തിരികെ പിടിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ വഴിമാറുകയും കർമ്മരംഗത്ത് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എന്നുകൂടി ഫലമായി പറയുവാൻ സാധിക്കും. പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ നമ്പർ തിരഞ്ഞെടുത്തവരുമായി ബന്ധപ്പെട്ട് പറയുവാൻ സാധിക്കുക. രണ്ടാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. കലയിൽ വളരെയധികം ഉയർച്ച നേടുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. അത്തരം അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അറിവ് സമ്പാദിക്കുവാനും അത് ഫലപ്രദമായി വിനിയോഗിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് ശോഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. അതിനാൽ നിങ്ങൾക്ക് വളരെയധികം വിഷമതകൾ ഉണ്ട് എന്നതും വാസ്തവമാകുന്നു. ദേഷ്യം നിയന്ത്രിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. പലപ്പോഴും ദേഷ്യം നിയന്ത്രിക്കുവാൻ സാധിക്കാതെ പല പ്രശ്നങ്ങളും പല ബന്ധങ്ങളും വഷളായിട്ടുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. പല ബന്ധങ്ങളും നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്. അതിനാൽ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്ന, പ്രത്യേകിച്ചും വരാഹിദേവിയുടെ കടാക്ഷം വർദ്ധിച്ചിരിക്കുന്ന അവസരമാണ് ഇത്. അതിനാൽ തീർച്ചയായും ദേവിയെ മുടങ്ങാതെ ആരാധിക്കുന്നത് ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ച വന്നു ചേരുവാൻ സഹായകരം തന്നെയാകുന്നു. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ, മനസമാധാനം ലഭിക്കാത്ത അവസ്ഥ, ഐക്യമില്ലായ്മ തുടങ്ങിയ കാര്യങ്ങൾ പലപ്പോഴായി ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ദേവിയെ നിത്യവും ആരാധിക്കുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശാരീരികപരമായ ക്ലേശങ്ങളിൽ നിന്നും നിത്യവും നിങ്ങൾക്ക് മുക്തി ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും അതിൽ പരാജയപ്പെടുകയാണ് പലപ്പോഴും പതിവ്. എന്നാൽ ദേവിയുടെ കടാക്ഷത്താൽ അത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. മാതാപിതാക്കളാൽ പലപ്പോഴും മനസ്സിന് ക്ലേശങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാകുന്നു. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. സങ്കടങ്ങൾ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുള്ളവരാണ് നിങ്ങൾ. അത് പല രീതിയിലുള്ള സങ്കടങ്ങൾ മനസ്സിൽ ഒതുക്കി കഴിയുന്നവരാണ് നിങ്ങൾ. എന്നാൽ അത്തരത്തിലുള്ള സങ്കടങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും എന്ന് തന്നെയാണ് ഫലം. ദേവിയുടെ കടാക്ഷത്താൽ ആഗ്രഹങ്ങൾ നടക്കും. സാമ്പത്തികപരമായി വളരെയധികം ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ അത്തരത്തിലുള്ള ദുരിതങ്ങൾ നിങ്ങൾക്ക് അകന്നു പോകും. അടുത്തു തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ മാറ്റങ്ങൾ വന്നു ചേരും എന്നാണ് ഫലം. ആഗ്രഹങ്ങൾ ഉണ്ട് എങ്കിൽ അത് നടക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ആഗ്രഹങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഫലം. തീർച്ചയായും ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. മൂന്നാമത്തെ നമ്പറാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഉന്നത സ്ഥാനം അലങ്കരിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. വിദേശവാസത്തിന് യോഗം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ തന്നെ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ മറികടക്കുവാൻ, പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ജീവിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടതാകുന്നു. സ്വഭാവം മോശമാകുവാൻ സാധ്യത കൂടുതലാകുന്നു. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. മോശം കൂട്ടുകെട്ടുകൾ അതിന് കാരണമാകാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ഫലം നിങ്ങൾക്കുണ്ട്. അതിനാൽ ആ കാര്യങ്ങൾ നിങ്ങൾ പരമാവധി ഒഴിവാക്കുവാൻ ശ്രമിക്കുക. അതല്ല എങ്കിൽ ജീവിതത്തിൽ വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ പോലും നഷ്ടമാകുവാൻ അത് കാരണമായി തീരും. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെയധികം സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സഹോദരിയുമായി ബന്ധപ്പെട്ട് അമ്മ, ഭാര്യ, അത്തരത്തിൽ സുഹൃത്തുക്കൾ, അത്തരത്തിൽ പലരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ സ്ത്രീകളാൽ അപമാനിതനാകുവാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ കൂടുതൽ സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. ശത്രുക്കൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇത്. ലഹരി നിങ്ങൾ ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു.
നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങളെ പോലും തട്ടിത്തെറിപ്പിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക. ഏത് തൊഴിലിലും ഉന്നതിയിൽ എത്തുവാൻ സാധിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ അവർ നിങ്ങളെ ബഹുമാനിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. പല ആഗ്രഹങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ ആഗ്രഹങ്ങൾ നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരുമാണ് നിങ്ങൾ. തീർച്ചയായും അത്തരം ആഗ്രഹങ്ങൾ ഈ മാസം തന്നെ അല്ലെങ്കിൽ ഉടനെ തന്നെ നടക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. എന്നാൽ അതിനായി ശ്രമങ്ങൾ നടത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം തന്നെയാകുന്നു. ദീർഘനാളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന പല ആഗ്രഹങ്ങളും നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈ സമയം പൊതുവെ വരാഹിദേവിയുടെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. തീർച്ചയായും വരാഹിദേവിയെ ആരാധിക്കാതിരിക്കരുത്. വരാഹിദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുക. തടസ്സങ്ങൾ കൂടാതെ ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാകുന്നു. 4-ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. വളരെയധികം ബുദ്ധിശക്തി ഉള്ളവരാണ് നിങ്ങൾ. എന്നാൽ ആ ബുദ്ധിശക്തി ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ബിസിനസ് പരമായി വളരെയധികം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. അത് ദേവിയുടെ കടാക്ഷത്താലാണ് എന്ന് മറക്കാതിരിക്കുക. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ ഉപകാരപ്രദമായി മാറുന്നതാകുന്നു. പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കുകയും ചെയ്യും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉപകാരത്തിൽ പെടും അല്ലെങ്കിൽ ഉപകാരത്തിൽ വന്ന് ചേരുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു. ഈശ്വരാധീനം വർദ്ധിക്കുന്ന അവസരമാണ് ഇത്. തീർച്ചയായും വരാഹിദേവിയുടെ കടാക്ഷം നിങ്ങളിലുണ്ട്. അതിനാൽ തന്നെ ജീവിതത്തിൽ സാമ്പത്തികപരമായ ക്ലേശങ്ങൾ അകന്നു പോകും. എന്നാൽ ഇപ്പോൾ പല രീതിയിലുള്ള സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ 11 മാസത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്ന് പോകുന്നതാണ്. അതിനാൽ മാസങ്ങളിൽ തന്നെ ഓരോ മാസങ്ങളിലും ഓരോ രീതിയിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നെഗറ്റീവായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വരാറുണ്ട്. എന്നാൽ അത്തരം ചിന്തകൾ പൂർണ്ണമായും നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒഴിവാക്കണം എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമേ കൊണ്ടുവരൂ എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. പലപ്പോഴും അത്തരത്തിൽ ചെയ്തിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ. പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്വയം പരിശ്രമിച്ച് ആ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കുന്നവരും അതിനുവേണ്ടി പ്രയത്നിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും പല കാര്യങ്ങളിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നത് നിങ്ങളുടെ വിഷമം ഇരട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാകുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നെഗറ്റീവായ ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാതെ പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച നൽകുക തന്നെ ചെയ്യും. ബുദ്ധി വൈഭവത്താൽ തന്നെ ബുദ്ധി സാമർഥ്യത്താൽ തന്നെ നിങ്ങൾക്ക് ഉയർന്ന സ്ഥാനം നേടിയെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഉയർന്ന നിലയിൽ എത്തുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. അത് വരാഹിദേവിയുടെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ കൂടിയാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. കൃത്യമായി പ്രയത്നിച്ചാൽ നിങ്ങൾക്ക് എല്ലാം നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. വരാഹിദേവിയെ നിത്യവും ആരാധിക്കുക. വരാഹിദേവിയുടെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. 5-ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. വളരെയേറെ കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. അതിനാൽ തന്നെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വളരെയധികം മനസ്സിലാക്കി നിങ്ങൾക്ക് അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നു എന്ന് തന്നെ പറയാം. അത്രയധികം പ്രയാസങ്ങൾ, കഷ്ടതകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. മനോവിഷമതകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും എങ്കിലും അത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നില്ല. സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടായാൽ പോലും അതിൽ ഇരട്ടി ചെലവായി ധനം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. സംസാരവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ശത്രുക്കൾ വന്നു ചേരുക, അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനാൽ തന്നെ തീർച്ചയായും ഇനിയും നിങ്ങൾ സംസാരം ശ്രദ്ധിക്കുക എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. സംസാരവുമായി ബന്ധപ്പെട്ട് ഇനിയും ഇത്തരം പ്രശ്നങ്ങൾ വന്നു ചേരാം. കൂടാതെ കഠിന പ്രയത്നത്താൽ മുന്നോട്ട് പോകുവാൻ ശക്തിയുള്ളവരാണ് നിങ്ങൾ എന്ന കാര്യം മറക്കാതിരിക്കുക. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണ്ട ഒരു ചിന്ത തന്നെയാകുന്നു. മാതാപിതാക്കളുടെ കടാക്ഷം, അനുഗ്രഹം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അതേപോലെ തന്നെ കുലദേവതാ പ്രീതിയും വരാഹിദേവിയുടെ പ്രീതിയും നിങ്ങളിലുണ്ട്. അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വന്നു ചേരുന്ന സമയം ആഗതമാകും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു.
കഷ്ടതകളിൽ ഒരു താങ്ങ് എപ്പോഴും ലഭിക്കും എന്ന കാര്യമാണ് ഇനി അങ്ങോട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത്. തീർച്ചയായും അത്തരത്തിലൊരു താങ്ങ് ദേവിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്കുണ്ടാകും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. ദേവിയുടെ കടാക്ഷത്താൽ തന്നെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കും. പലപ്പോഴും അത്തരത്തിൽ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുവാൻ മുൻപന്തിയിൽ നിൽക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. നല്ല മനസ്സിന് ഉടമകളാണ് നിങ്ങൾ. അത് നിങ്ങളുടെ പ്രത്യേകതയാകുന്നു. വരാഹദേവിയുടെ കടാക്ഷത്തിന് പിന്നിൽ ഇത്തരത്തിലൊരു കാരണം കൂടിയുണ്ട് എന്ന കാര്യവും ഓർക്കുക. ഉത്തരവാദിത്തം നിങ്ങളിൽ ഉണ്ട്. അതിനാൽ പല കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടെ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അശുഭ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ചിന്തകൾ മനസ്സിൽ വരാറുണ്ട്. എന്നാൽ അത്തരം ചിന്തകൾ പൂർണ്ണമായും ഒഴിവാക്കി ശുഭകരമായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. നിങ്ങൾ തീർച്ചയായും വരാഹിദേവിയുടെ അനുഗ്രഹത്തിന് പാത്രരായി തീർന്നിരിക്കുന്ന വ്യക്തികളാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ 10 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. 10 മാസം എന്നുദ്ദേശിക്കുന്നത് ഓരോ മാസവും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും എന്ന കാര്യം തന്നെയാകുന്നു. വരാഹിദേവിയുടെ കടാക്ഷം നിങ്ങളിലുണ്ട്. അതിനാൽ തീർച്ചയായും വരാഹിദേവിയെ നിങ്ങൾ ആരാധിക്കാതിരിക്കരുത് എന്ന കാര്യം ഓർത്തിരിക്കുക. വരാഹിദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുക. അതേപോലെ തന്നെ സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വജ്രഘോഷം എന്ന് പറയുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും. ഈ മാസങ്ങളിൽ തീർച്ചയായും മാറ്റങ്ങൾ പ്രകടമാവുക തന്നെ ചെയ്യും.